ലൈവിൽ ഇന്ന് വളരെ ബഹുലമായ കാര്യങ്ങളാണ് ഗൈസ് നടന്നത്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് വിശദമായിട്ട് നോക്കാം. ഞാൻ നേരത്തെ ചെറിയ വീഡിയോകളാണ് ഇട്ടത്. അപ്പോൾ ഇന്നലെ രാത്രി മുതലുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ലൈവിൽ ഉണ്ടായിരുന്നത്, അതിനെ തുടർന്ന് ഇതുവരെയുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അനിമോളെ സ്നേഹിക്കുന്ന എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കും മക്കളെ. അതുപോലെ തന്നെ നല്ല പൂമ്പാറ്റകൾ നട്ടലുള്ള പിള്ളേരാണ്. അവർ ഫൈനലിൽ വരിക തന്നെ വേണം. ആ രണ്ടുപേരും ഫൈനലിൽ ഉറപ്പായിട്ടും വേണം. അത്ര അവർ നല്ല ബോൾഡായിട്ടുള്ള കുട്ടികളാണ്. അവരുടെ പാരൻസ്, എനിക്ക് പറഞ്ഞാൽ അവരുടെ പാരൻസൊക്കെ വന്ന് അവരെ സ്നേഹിക്കണം. കാരണം അവർ നല്ല ക്യാരക്ടറുള്ള നല്ല പിള്ളേരാണ്. ഈ ക്രോമസോമിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് അവർക്ക് അങ്ങനെ ആ ഒരു നേച്ചർ, നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനോട് എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പാരൻസ് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് നിർത്തണം, അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തണം. അവർ അത്ര നല്ല പിള്ളേരാണ് കേട്ടോ. എനിക്ക് തോന്നിയതാണ്, എനിക്ക് അവരെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊട്ടും കാണും അത്ര തന്നെ അവർ നല്ല ക്യൂട്ടായിട്ടുള്ള പിള്ളേരാണെന്ന് വെച്ച് കാണുമെന്നല്ലാതെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടേ ഇല്ലായിരുന്നു. പണ്ട് ഈ ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല കുട്ടികളാണ്, അവർ നല്ല ക്യാരക്ടറുള്ള കുട്ടികളാണ്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്. അവരുടെ പാരൻസ് ഇല്ലാത്തതിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട് പിള്ളേർക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് ഇവരെ പാരൻസുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പാരൻസിനെ അറിയിക്കണം. കാരണം അവർ നല്ല കുട്ടികളാണ്. നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ഭയങ്കര സ്വത്താണ് ആ കുട്ടികൾ കേട്ടോ. നിങ്ങൾക്ക് ദൈവം തന്ന ഒരു സമ്പത്തും സ്വത്തുമാണ് ആ കുട്ടികൾ. ആ പിള്ളേരെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളല്ലേ. അപ്പം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തണം. അതൊരു തെറ്റല്ല. അവർക്ക് ഈശ്വരൻ അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ തെറ്റല്ല, അത് അവരുടെ ഭാഗ്യമാണ്. ആ രണ്ട് കുട്ടികളും ചേരണം എന്ന് ഈശ്വരൻ, ദൈവം അല്ലെങ്കിൽ പടച്ചവൻ നിശ്ചയിച്ചിരിക്കുന്നതാണ്. അത് അവർ ചേർന്നേക്കുന്നത്. അവർ എന്ന് സന്തോഷമായിട്ട് ഇതുപോലെ തന്നെ ജീവിക്കട്ടെ. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അവരുടെ പാരൻസും കൂടി അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെന്ത് ഹാപ്പി ആയിരിക്കും. സത്യം, എൻ്റെ മക്കളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ മാറോട് ചേർത്ത് നിർത്തിനെ. ചിലപ്പോൾ എനിക്ക് ആദ്യം അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നുമില്ല, എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർ നല്ല കുട്ടികളാണെന്ന് തന്നെയാണ് നമുക്ക് ഇത്രയും ദിവസത്തിനുള്ള ബിഗ് ബോസ് ഷോയിൽ അവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ളത് പറയാമല്ലോ, അനിമോളെ പോലെ തന്നെ എനിക്ക് അവരെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കുട്ടികളാണ്. അപ്പോൾ അവരെ ഉറപ്പായിട്ട് ഒരു ഫൈനൽ കപ്പ് കിട്ടത്തില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവർ ഫൈനലിൽ വരണം. രണ്ടുപേർക്കും എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, വേറെ ഒന്നും ഉണ്ടല്ലോ. ഒരു PR മറ്റൊന്നുമല്ല. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു, അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, അവരുടെ ആ ബോൾഡ്നെസ് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. അവർ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. ഇന്നലെ എനിക്ക് തോന്നി അവർ ഷെയ്ഡാവുന്നു, ആരെങ്കിലും പറയുന്നത് കേട്ട് അവർ പിന്മാറുന്നു, അവരങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടുന്നു. പക്ഷെ അല്ല, ഒരിക്കലും അല്ല. അവരവരുടെ കൂടെ ഇരുന്ന് കേട്ടു. പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള കുട്ടികളാണ് കേട്ടോ. അവരുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത അവർക്കുണ്ട്. പിന്നെ അവർ ലെസ്ബിയൻസ് എന്നുള്ളത് അവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന, അവരെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. പടച്ചോൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരെ അങ്ങനെ ആയിപ്പോയത്. അവരുടെ ജീവിതമാണ്. എല്ലാവരും അവരെ അംഗീകരിക്കാത്തവരെല്ലാം അംഗീകരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ. അതായത് ജാതി മതം ചില കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. നമുക്ക് അങ്ങനെ അല്ലാത്തത് നമ്മൾ ഇപ്പം അതുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുന്നു. അവരെ സമൂഹം കല്ലെറിയുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നിട്ടും അവരെത്രയും വർഷം ബോൾഡായിട്ട് പിടിച്ചു നിന്നില്ലേ. അതൊന്നൊരു വലിയ കാര്യം. ബിഗ് സല്യൂട്ട് മക്കളെ. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും നമ്മളെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ലൈവിൽ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നൂറയെ, ഈ നിവിൻ എന്ന് പറയുന്ന വ്യക്തി നൂറയെ വളരെ മോശമായിട്ട് പലതരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നിട്ട് നൂറയോട് പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻ ഞാൻ പൊളിക്കും, നിങ്ങളുടെ റിലേഷൻ ഞാൻ തകർക്കും, നിങ്ങളുടെ ബന്ധം ഞാൻ തകർക്കും, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും കല്യാണം കഴിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഈ പുറത്ത് പോയ നിവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നൂറ അത് പറയുന്നുണ്ട്. എൻ്റെ ലൈഫ് ഞങ്ങളുടെ ലൈഫ് തകർക്കും എന്ന് പറഞ്ഞാൽ അവൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യം കുറേ ദിവസം മുമ്പേ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരോട് പറയുന്നതാണ്, നിങ്ങളുടെ ലൈഫ് തകർക്കും, നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് അവർ പുറത്തുനിന്ന് തന്നെ വളരെ വിഷമങ്ങൾ അനുഭവിച്ച് അവരുടെ ആ ഒരു ജീവിതം ഇഷ്ടമില്ലാത്ത ആൾക്കാരും നാല് ചുറ്റും പാരൻസ് തന്നെ അവർക്ക് ഇഷ്ടമില്ലല്ലോ. ഇപ്പോഴും അവരുടെ പാരൻസ്
വയസ്സ് കൂടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ അവരവിടെ വന്ന് കളിക്കുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വീണ്ടും അത് തന്നെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ? അത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ്. പിന്നെ നൂറയോട് നൂറയുടെ തൊട്ടടുത്ത് ചെന്നിരിക്കുക. നൂറയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, പലതും കാണും. പെൺകുട്ടികൾക്ക് ചിലപ്പം തുറന്ന് പറയാൻ പറ്റില്ല. അനുമോള് തുറന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് കടക്കാൻ വരരുത്, എനിക്ക് ഇഷ്ടമല്ല. അത് കണക്ക് കണ്ട അമ്മമാരെല്ലാം പോയിട്ട് പിന്നെ ജിസേലിൻ്റെ കൂടെ കിടക്കുന്നു, ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നു, വളരെ മോശമായിട്ടുള്ള ടച്ചിങ് നടത്തുന്നു, വളരെ മോശമായിട്ട് നോക്കുന്നു. ഇതൊന്നും അനുമോൾക്കോ അല്ലെങ്കിൽ നൂറ അതിലേക്കോ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തി അവർ നിൽക്കുമ്പോൾ അവരെ തിരിച്ച് ഇപ്പുറത്തൂടെ നിന്നിട്ട് അവളുമാർ മറ്റേതാണ്, അനുമോൾ അങ്ങനെയാണ്, അനുമോൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഇവന്മാർ. എന്നിട്ട് അനുമോൾ വലിയ ലവ് ട്രാക്ക് പിടിക്കുന്നവനെ ഒരുത്തൻ അനുമോളെ പുറവേ നടക്കുന്നത്. അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനോട് കൊച്ചു വന്ന് പരാതി പറയണം, അവൻ എന്നെ ശല്യപ്പെടുത്തുന്നു, അവൻ എന്നെ വളരെ മോശമായിട്ട് ശല്യപ്പെടുത്തുന്നു എന്ന് വന്ന് ബിഗ് ബോസിനോട് പരാതി പറയണം. എന്നിട്ട് ആ കൊച്ച് അതും ക്യാമറയിൽ വന്നു. ആ കൊച്ച് ക്യാമറയിൽ ഒന്നും പറയാറില്ല, അത് വന്ന് മാറി ഇന്ന് എവിടെയെങ്കിലും വരുന്ന കരയും. ഇപ്പോൾ കരച്ചിലും കുറഞ്ഞു, അവൾ മാക്സിമം സ്ട്രോങ് ആയി. കരഞ്ഞോട്ടെ, കരയാൻ തോന്നുമ്പോൾ കരയുന്നത് തന്നെ നല്ലതാണ്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഫുഡൊക്കെ നിവിൻ കൊണ്ടുകൊടുത്തത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ഫുഡ് കൊടുത്തതിനെ ചൊല്ലി ജിസേൽ വന്ന് ചോദിച്ചു എന്തിനാണ് നിവിൻ കൊടുത്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രാത്രി തന്നെ ഉണ്ടായി. അത് കൊടുത്തത് രേണു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴോ ഫുഡ് കൊടുത്തപ്പോഴോ ഒക്കെ രേണുവിന് എന്തോ വഴക്ക് പറഞ്ഞു. പിന്നെ അപ്പാനി എന്തോ സംസാരിക്കാൻ വന്നപ്പം അപ്പാനിയോട് തിരിച്ച് എന്ന് പറയാൻ വന്ന അപ്പാനി പറഞ്ഞു ചേച്ചി പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞ് രേണുവിനോട് ദേഷിച്ചു. അതെല്ലാം ഈ പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് തന്നിട്ട് അപ്പം ആദല പറഞ്ഞു ഞാൻ വാങ്ങിച്ച് കഴിക്കരുതെന്ന് വിചാരിച്ചാണ്, നിർബന്ധം പിടിച്ച് കഴിപ്പിച്ചിട്ട് നമ്മൾ ഇത് കണക്ക് മോശമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ തൊട്ടേ അവരൊരു വിഷമിച്ചിരിക്കുമായിരുന്നു. രാവിലെ അപ്പോൾ ഇന്നലെ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ കഠിനമായ ടാസ്ക് ആയിരുന്നല്ലോ. 20 റൗണ്ടായിരുന്നു ചെയ്യേണ്ടത്, അവർ 10 റൗണ്ട് ചെയ്തു. ഇവിടെയൊക്കെ പോയി കിടന്നുറങ്ങി. അവിടെയും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. കുപ്പി വെക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അനീഷ് 4ാമത് ചെയ്തത്. അപ്പോൾ അത് അനീഷിന് കൊടുക്കാൻ തന്നെ അനീഷിന് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടി. ആരും തന്നെ അത് ചെയ്യണം, കാരണം അതൊരു ഈസി ടാസ്ക് ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ അനീഷ് എല്ലാവരും മാറിയും തിരിഞ്ഞു എല്ലാവരും കിടന്നുറങ്ങി. രാവിലെ ഞാൻ നോക്കുമ്പോൾ രന ഫാത്തിമയാണ് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിന്നി എഴുന്നേറ്റപ്പോൾ രന ഫാത്തിമ പോയി കിടന്നിട്ട് പിന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മാറിയും തിരിഞ്ഞും ആ ടാസ്ക് 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെയായി. ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അപ്പം ബർഗർ സാധനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേർക്ക് അതൊന്നും കൊടുത്തില്ല. അവിടെ ഉണ്ടായിരുന്ന 7 പേർക്ക് കൊടുത്തില്ല. 7 അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാം മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് അപ്പാനി പറഞ്ഞു എൻ്റെ കുട്ടികൾ അകത്താണ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഗ്രൂപ്പ് അകത്താണ്. ഇവൻ എന്ത് ഗ്രൂപ്പ്, ഇവൻ കളിക്കാനില്ലേ വന്ന്, ഇവൻ ഗ്രൂപ്പ് കൂടി പരിദോഷണ കമ്മിറ്റി ഉണ്ടാക്കാനാണ് ഈ അപ്പാനി എന്ന് പറയുന്ന വന്നത്. അവൻ എന്ത് സെൻസ് ഉണ്ട്. അവൻ പിന്നെ നടീന്ന് വിളിക്കുന്നു. അവന് ഒരു നടനല്ലേ, അവൻ ആദ്യമല്ലേ ചോറ് തിന്നുന്നത്. നടൻ എന്ന് പറയുന്നത് മോശമാണോ? അതൊക്കെ ദൈവം ഈശ്വരൻ കൊടുക്കുന്ന ഒരു കലയാണ്, ഒരു ഭാഗ്യമാണ്. 10 പേര് അറിയപ്പെടാൻ കഴിയുന്നത് ഭാഗ്യമാണ് അഭിനയത്തിലൂടെ. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. 10 പേര് അഭിനയത്തിലൂടെ അറിയപ്പെടാൻ ഒരാൾക്ക് അവസരം കൊടുക്കുന്നത്. എത്രയോ കഴിവുള്ള കലാകാരന്മാർ വീട്ടിലിരിക്കുന്നു, ഓപ്പർച്യൂണിറ്റി കിട്ടാതെ. എത്രയോ കഴിവുള്ള കലാകാരന്മാർ. ഇവനൊക്കെ എന്തിന് അഹങ്കാരമാണെന്ന് ഞാൻ ആലോചിച്ചു. ഈ അപ്പാനെയൊക്കെ ഭയങ്കരമായി മോശമായിട്ട് നടി ഈ അപ്പാനെയും അക്ബറും കൂടി ഈ പരദൂഷണ കമ്മിറ്റിക്കാരന്മാരായ ചൊറി അക്ബറും പിന്നെ അതേപോലെ തന്നെ ഈ അപ്പാനി എന്ന് പറയുന്നവനും കൂടി ഈ അനുമോളെ നടി എന്ന് പറഞ്ഞ് വിളിച്ച് കളിക്കും. നടി എന്ന് പറയുന്ന മോശം പദമാണോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുക, ഇവള് നടി നാടകം എന്ത് വളരെ മോശമായ കാര്യമാണോ? നാടകമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ. നാടകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ എഫേർട്ടൊന്നും തന്നെ ചെറിയ കാര്യമല്ല. അപ്പോഴും അറ്റ് പ്രസൻറ്റിൽ നമുക്ക് ഓഡിയൻസിൻ്റെ ഇത് കിട്ടുക തന്നെ, അറ്റ് പ്രസൻറ്റ് ഓഡിയൻസിന് മുന്നിൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുക തന്നെ അത്രമാത്രം കഴിവുള്ളവർക്ക് പറ്റും നാടകത്തിൽ അഭിനയിക്കാനായിട്ട്. അല്ലാണ്ട് ഇവനെ കണക്കുള്ള പിന്നെ 15 പ്രാവശ്യം റീടേക്ക് എടുത്ത് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കോപ്രായം കണ്ട് നിൽക്കുന്ന കാണക്കല്ല നാടകം ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ കലാകാരന്മാർ. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഒരു നാടകത്തിന് വിളിച്ചപ്പോൾ ഞാനിപ്പോൾ പോയത്. കാരണം നാടകം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയത്തിന് ചെയ്യാൻ നമുക്ക് ഒരു ഈശ്വരൻ ആ ഒരു കഴിവ് തന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ലൈവായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു 15 പ്രാവശ്യം റീടേക്ക് എടുത്തിട്ടാണ് ഓരോ ക്യാമറയിൽ ഒരു ചെറിയ ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടാണ് ഇവന്മാരുടെ ഒരു 5 മിനിറ്റിൻ്റെ ഒരു സാധനം കാണിക്കുന്നത്. അത് ഇവന്മാർ വലിയ കഴിവാണെന്നാണ് ഇവന്മാർ വിചാരിക്കുന്നത്. പിന്നെ നാടക നടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നു, സീരിയൽ നടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അങ്ങനെ ഭയങ്കര രാവിലെ തൊട്ട്. എന്നിട്ട് ഈ ജിസേലി ചെന്നിട്ട് പിന്നെ ഈ ബർഗറിൻ്റെ കാര്യം, ബർഗർ വേണം, പലർക്കും ഇവിടെ ആഗ്രഹമുണ്ട് ബർഗർ. അപ്പോൾ അനുമോൾ ഉടനെ പറഞ്ഞു കിച്ചണിൽ നിന്ന് അനുമോളും ആദല, നൂറ, അതിനൊക്കെ ശൈത്യം, ഇവരെല്ലാം കിച്ചണിൽ നിൽപ്പുണ്ട്. റെന ഫാത്തിമയുണ്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബർഗർ ഒന്നും കഴിക്കാത്തവരല്ലേ, ഞങ്ങൾ ബർഗർ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അനുമോൾ പറഞ്ഞു.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 സംസാരമായി. അപ്പോൾ അനുമോൾ പറഞ്ഞു ഇവിടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കുന്നു, ബിഗ് ബോസിൻ്റെ റൂൾസ് എല്ലാം തെറ്റിക്കണം. അപ്പോൾ പറഞ്ഞു ആര് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് 2-3 ടിഷ്യൂ എടുത്തിട്ട് ചുണ്ടിലേക്ക് ഇങ്ങനെ അവളുടെ ജിസേലിൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ വെച്ച് ആ വൈറ്റ് ടിഷ്യൂ അല്ലേ, ടിഷ്യൂ തൊടുമ്പം അതിൻ്റെ റെഡ് കളർ അതിനകത്ത് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഇങ്ങനെ ചെയ്തത് ശരിയല്ല, തെറ്റായിപ്പോയി. കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തിനാ വല്ലവളെയും ചുണ്ടിലോട്ട് നമ്മളാക്കുന്നത്? നമ്മൾ ബിഗ് ബോസിനോട് പറയാം ലിപ്സ്റ്റിക് തേച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അനുമോൾ അത് അവിടെ പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിശൂന്യതയാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തു. പക്ഷേ അവളുടെ ഒരു വിരലോ ഒന്നും അവിടെ തൊട്ടിട്ടില്ല. ഇവള് അനുമോളെ പിടിച്ച് ഭയങ്കരമായിട്ടാണ് പുഷ് ചെയ്തത്. അത് ചെന്ന് തലയെങ്ങാനും ഇടിച്ച് ആ പാതകത്തിലങ്ങനെ ഇടിച്ചായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു വലിയൊരു അപകടമായിരുന്നു നടന്നത്. അപ്പോൾ അവള് പിന്നെ അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ ദേഹത്തോടെ നിന്നോട് ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അപ്പം പറഞ്ഞിരുന്നെങ്കിൽ അത് തിരിച്ച് തള്ളാതിരുന്നെങ്കിൽ, ഇത് തള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര അതാണ് ഫിസിക്കൽ അസാൾട്ട്. അല്ലാണ്ട് ചുണ്ടിലേക്ക് ഈ പിന്നെ ഇത് കൊണ്ടുവന്ന് തൊട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും ആവില്ല, തൊട്ടതുമില്ല. അതിന് മുമ്പ് അവള് വന്നിട്ട് അനുമോൾ ഇത്ര നീളമല്ലേ ഉള്ളൂ, അവൾ ഇത്ര നീളമില്ല, ഇങ്ങനെ എത്തിക്കുമ്പോൾ തന്നെ എങ്ങനെ തൊടാൻ പറ്റും? അപ്പം അത് തന്നെ ചിന്തിച്ചാൽ മതി. എന്തായാലും ക്യാമറയിലെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഒരു പ്രശ്നം നടന്നു. എല്ലാവരും അനുമോളെ അറ്റാക്ക് ചെയ്തു ഭയങ്കരമായിട്ട്. എന്തായാലും ആദില നൂറ പറഞ്ഞു നീ ചെയ്തത് തെറ്റായിപ്പോയി, പക്ഷേ അവളെ തള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴത്തേക്ക് നിവിൻ ചാടിക്കറി ഞാൻ കിറ്റ് ചെയ്യും ഇവളെ ഇവിടുന്ന് ഇപ്പോൾ പുറത്താക്കണം. അവൻ എന്ത് കാര്യമല്ല ഞാൻ ചോദിക്കാം, അവൻ എന്ത് കാര്യം? അവനങ്ങ് പുറത്താക്കാൻ പറയും. ബിഗ് ബോസ് പുറത്താക്കാൻ വേണ്ടി അവനെന്ത് ബിഗ് ബോസിന് ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നു? അല്ല ഞാൻ അറിയാൻ ചോദിക്കുവാണ്. അവൻ വലിയ ആൾ, അവനില്ല എനിക്ക് തോന്നുന്നു അവനില്ല പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ പ്രേക്ഷകർ ഇവനെ എങ്ങാണ്ട് ഒരു പാട്ട് പാടാനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വിചാരിച്ച് അവനെങ്ങാണ്ട് 1ാം സ്ഥാനത്തിൽ ഇവിടെ പ്രേക്ഷകരെല്ലാം കൂടി അവനെ തിരഞ്ഞെടുത്തിരിക്കുക എന്നുള്ളൊരു മിഥ്യാധാരണ കൊണ്ട് ഇതവൻ ചുമ്മാതങ്ങ് പറയാമെന്നാണ് അവൻ വിചാരിച്ചത്. ഒരിക്കലും അവനെ ഇങ്ങനെ ഒരു ബിഗ് ബോസ് പുറത്ത് പോകണോ എന്ന് ചോദിക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അപ്പം അങ്ങനെ കഴിഞ്ഞു. അവൻ അങ്ങനെ കിടന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ഒരുപാട് തവണ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെല്ലാം കൂടി ഇരുന്ന് വീണ്ടും ഈ പെണ്ണിനെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എത്രയോ നേരം പറഞ്ഞു. ലാസ്റ്റ് പിന്നെ അനീഷ് വേറൊരു വിഷയം എടുത്തിട്ട് അനീഷ് ഒരു കണ്ടന്റ് ഇപ്പുറത്ത് കൊടുത്തപ്പോൾ, കാരണം ആ ഒരു ടാസ്കിന്റെ സമയത്ത് അനീഷിനെ കളിപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ അവരൊരു കണ്ടന്റ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവിടെ മാറിയത്. പിന്നെ അതുപോലെ തന്നെ ഈ റെന ഫാത്തിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവള് പിടിച്ച് തള്ളുന്നത്. അപ്പോൾ അതെനിക്ക് ജിസേൽ വന്നിരുന്ന ഒരു കരച്ചിൽ നാടകം ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കാം, അവള് കരയുമ്പോൾ അവൾ നാടകമല്ലേ ചെയ്യുന്നത്? അനുമോൾ കരഞ്ഞാൽ അത് കുറ്റം, ജിസേൽ കരഞ്ഞാൽ അത് കുറ്റമില്ലടെ. കരച്ചിലെല്ലാം എല്ലാവർക്കും ഒരുപോലെയല്ല. അവൾ കള്ളക്കരച്ചിലാണ്, അവൾ ഡ്രാമയാണ് ചെയ്തത്. അവൾക്കറിയാം അവളാണ് ഫിസിക്കൽ അസാൾട്ട് ചെയ്തത്. അനുമോൾ ഇവളെ ദേഹത്ത് പോലും ചുണ്ടിൽ പോലും തൊട്ടിട്ടില്ല. ടിഷ്യൂ ഇങ്ങനെ കൊണ്ട് കാണിച്ച് ടിഷ്യൂ തൊട്ടെന്ന് വിചാരിച്ച് എന്തുവാണ്? അതൊരു ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെതിരാവത്തില്ലേ? അപ്പം എന്നെ ഇതങ്ങ് അടിച്ചു അല്ലെ എന്നെ ഇങ്ങനെ ആക്കി എന്നൊക്കെ ഉള്ളതങ്ങ് വിരുത്തി തീർത്തു. ആണുങ്ങളെടുത്ത് പാവാട പള്ളികളോടെല്ലാം പറഞ്ഞങ്ങ് ശരിയാക്കി. എന്നിട്ട് അക്ബർ എന്ന് പറയുന്നവൻ പിന്നെ അനുമോളെ നേരിലോട്ട് വരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു ഇയാടെ കുഴപ്പം തൻ്റെ കുഴപ്പം കൂടി ഇനി ഇവിടെ ഉണ്ടാവാനുള്ളായിരുന്നു. അപ്പോൾ പറയാം നീ നടിയാണ് നീ മറ്റേതാണ്. അപ്പോൾ ഉടനെ അനുമോൾ പറഞ്ഞ് നീ പോയി പല്ലി വെക്കണം ആദ്യം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ല ശരിക്കും അവനെ മാറ്റിച്ചു വിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വീണ്ടും ഏതാണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഉടനെ പറഞ്ഞു ഇവിടെ വേറെ ആരുടെയും മാതാപിതാക്കളൊന്നും ഇവിടെ നീ നല്ലതാവണമെന്നും പറഞ്ഞ് ആരും വിളിക്കേണ്ടി വന്നില്ല. നിന്റെ ഉമ്മയാണ് വിളിച്ചത്. അപ്പം നിന്റെ പുറത്തോട്ട് നീ എന്തൊക്കെ ഇവിടെ പറയുന്നുള്ളത് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, നിന്റെ വീട്ടുകാർക്ക് പോലും അത് ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട് നീ പോയി ആദ്യം പോകുന്നത് നീ സ്വന്തമായിട്ട് നന്നാ അവിടെ നീ പോയി പല്ല് തേരിടാ എന്ന് പറഞ്ഞു. അവനങ്ങ് നാറി നശിച്ചു പോയി കേട്ടോ. കാരണം അവനും ഈ പിന്നെ കണ്ണായിരുന്നു ഭയങ്കര അനുമോടെ കൂടെ ഇരിക്കണം, അവൻ്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞത് കറക്റ്റാണ്. അവളെല്ലാവരും ഒബ്സർവ് ചെയ്യും. കാരണം ഇവൻ്റെ ഒരു നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല, സത്യമാണ്, നോട്ടം ശരിയല്ല എന്ന് ഷാനവാസ് പറയുകയും ചെയ്തല്ലോ. ഇതിന് അപ്പാനിക്ക് പിന്നെ എപ്പോഴും ഏതെങ്കിലും പെണ്ണുങ്ങൾ വേണം, ഏതെങ്കിലും പെൺപിള്ളാരെ കൂടിയെങ്കിലേ അപ്പാനിക്ക് പറ്റത്തുള്ളൂ. വലിയ കാലത്തെ അവൻ 24 മണിക്കൂർ അവൻ്റെ പെണ്ണുമ്പിള്ളയുടെ പേര് പറയുന്നല്ലോ. അവന് നാണമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാനായിട്ട്. എന്നിട്ട് ഈ പെൺപിള്ളാരുടെ കൂടെ എല്ലാം ഇരുന്നിട്ട് ഈ അനുമോൾ ഇതിനൊന്നും നിൽക്കത്തില്ല എന്ന് കണ്ടപ്പോൾ രാത്രി അനുമോളെടുത്ത് സംസാരിക്കുകയും ചെല്ലും. അതെന്താ മനസ്സിലാവുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പം പിന്നെ അനുമോളെടുത്ത് നീ അങ്ങ് ക്ഷമിച്ചേരെ, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, വെള്ളം കൊണ്ട് കൊടുക്കുന്നു, ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. അല്ല ഞാൻ ആലോചിക്കും ഇവനൊക്കെ രാത്രിയുടെ അന്ത്യയാമങ്ങളാണ് പെണ്ണുങ്ങളോട് കൂട്ടുവിടാൻ പോണേ. സംസാരിക്കാനുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും വെള്ളം കൊടുക്കണമെങ്കിൽ പകൽവെട്ടത്ത് ചെയ്യടേ. രാത്രി മാന്യന്മാരാവാതെ നിങ്ങൾ രാത്രിയിൽ മാന്യന്മാരായിട്ട് കാണിച്ചിട്ട് അല്ല പകൽ മാന്യന്മാർ ഇവരെന്നെ പകൽ മാന്യന്മാർ. ഇവർ പകൽ ഇങ്ങനെ ഒന്നുമില്ല ആരെയോടില്ല. പക്ഷെ ഇവനൊക്കെ അതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം ഇവന്മാരെല്ലാം ഈ അനുമോളെന്ന് പറയുന്ന കൊച്ചി ഇതിനൊന്നും നിൽക്കത്തില്ല. ഇവന്മാരോടെല്ലാം ഇങ്ങനെ പിന്നെ ആടിക്കളിച്ച് നിൽക്കത്തില്ല. ഇവന്മാരുടെ എല്ലാം തട്ടിപ്പോയി ഇരിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അവൾക്ക് നല്ല സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായി. പ്രേക്ഷകർ ഇതുള്ള സ്വഭാവമുള്ള ആൾക്കാരെയാണല്ലോ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടം. അത് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും ഇവളെ പുറത്താക്കണം. അതിനെ നിവിനെ കൂട്ടുപിടിച്ചു. ഇപ്പം ആരാണ് പുറത്തു പോയത്? നിവിൻ, അവൻ്റെ അഹങ്കാരത്തിന്. അപ്പോൾ അതിലേക്ക് വരാം. ഇനി
അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ നിവിൻ ഇങ്ങനെ 10 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ചു എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ജിസേലും പിന്നെ അത് അനിമോളും കൺഫ്യൂഷൻ റൂമിൽ പോകാൻ പറഞ്ഞു. കൺഫ്യൂഷൻ റൂമിൽ വെച്ച് സംസാരിച്ചു. രണ്ടുപേർക്കുമെതിരെ മോഹൻലാൽ സർ വരുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ നടപടി ഉണ്ടാകുമെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ജിസേൽ ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചു. ബിഗ് ബോസ് പറഞ്ഞു എല്ലാം ഞങ്ങൾ ക്യാമറയിൽ കണ്ടിട്ടുണ്ട്, ഇനി കൂടുതൽ വിശദീകരിക്കുന്നു വേണ്ട, എല്ലാം ക്യാമറയിൽ രണ്ടുപേരും കൂടുതൽ വിശദീകരിക്കേണ്ട. പിന്നെ ഞങ്ങൾ ക്യാമറയിൽ എല്ലാം കണ്ടിട്ടുണ്ട്, സൂം ചെയ്ത് നോക്കിയിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് അടിച്ച് നോക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു കമ്മിറ്റി ഉണ്ട് ഇവിടെ. ആ കമ്മിറ്റി തീരുമാനിച്ചിട്ട് മോഹൻലാൽ വരുമ്പോഴത്തേക്ക് നടപടികളുണ്ടാവും. അതിനുമുമ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിച്ച് വല്ല ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യൂ എന്നും കൂടി പിന്നെ ബിഗ് ബോസ് എടുത്തിട്ട്. അതിനുശേഷം പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ നമ്മുടെ നൂറ പൂമ്പാറ്റക്കുള്ള ഒരു കുട്ടിയായ നൂറ പറഞ്ഞു, നീ അവള് എവിക്റ്റ് ആയില്ലെങ്കിൽ നീ പുറത്തു പോകുന്നില്ലേ പറഞ്ഞേ, നീ പുറത്തു പോകാൻ തയ്യാറാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു ഇവനില്ലേ വാശിയിൽ. അപ്പോൾ പറഞ്ഞു പിന്നെ അപ്പൊ നീ പുറത്തു പോകല്ലോ, ഉറപ്പാണല്ലോ. പുറത്തു പോകും ഞാൻ. അപ്പൊ ഈ നിവിൻ വിചാരിച്ചത് ഇപ്പോഴത്തെ ഉടനെ അനുമോളെ പുറത്താക്കാൻ പോകുന്നു. അനുമോള് പുറത്താക്കാൻ വേണ്ടി അനുമോൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഇവള് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനം കണ്ടുപിടിക്കുക എന്നുള്ളൊരു അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ഉത്തരവാദിത്വം കൂടിയാണ്. അവർക്ക് ഉപയോഗിക്കാൻ കിട്ടാത്ത സാധനം വേറൊരാൾ ഉപയോഗിക്കുക, അതെങ്ങനെ പറ്റും? കാരണം അവർക്ക് ലിപ്സ്റ്റിക്കും അവർക്ക് ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളും അവൾക്ക് റൂൾസ് മുഴുവൻ ബ്രേക്ക് ചെയ്യാണ്. മറ്റുള്ളവരൊന്നും അത് ഉപയോഗിക്കില്ല. പെൺപിള്ളേരല്ലേ, അവർക്ക് ഉപയോഗിച്ചുകൂടാ ലിപ്സ്റ്റിക്ക്, അല്ലെ അവർക്ക് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു റൂള് കൊണ്ടുവന്ന് എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യാനല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വന്നു. അല്ല ജിസേൽ തലയും രണ്ടുപേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജിസേൽ തലയും കുനിച്ചു വന്നിരുന്നു. പിന്നെ നമ്മുടെ അനിമോള് ചിരിച്ചുകൊണ്ടാണ് വന്നത്. ചിരിച്ചുകൊണ്ട് വന്നിട്ട് അനിമോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞ് പിന്നെ ലാലേട്ടൻ വരുമ്പോൾ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഉടനെ ബിഗ് ബോസ് നിവിൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മൈക്ക് എന്താണെന്ന് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സോറി ബിഗ് ബോസ് ഉപയോഗിക്കുക എന്താ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ പിന്നെ ഈ ജിസേലിൻ്റെയും അനുമോളുടെയും പ്രശ്നത്തിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ മുന്നിൽ, എന്താണ് അതിനകത്ത് നിങ്ങൾ എന്തിനാണ് ഇടപെട്ടത്, എന്താണ് കാര്യം, അതിനകത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ ഉടനെ അനുമോളെ ഇന്ന് കുറ്റം പറയുന്ന അവൾ മോശമാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവളെല്ലാം റൂൾ ബ്രേക്ക് ചെയ്തു, അവൾ ജിസേലിനെ അങ്ങനെ ചെയ്തു, ജിസേലിന് ഇങ്ങനെ ചെയ്തു. ഇവിടെ നിന്നെ ചെയ്തോവല്ലോ, നീയും അനുമോളുമായിട്ട് എന്താ പ്രശ്നമല്ലേ പറയണ്ടേ? ജിസേലും അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുമോളും ജിസേലും തീർത്തോളും, അല്ലെങ്കിൽ ബിഗ് ബോസ് തീർത്തോളും, അല്ലെങ്കിൽ ലാലേട്ടൻ തീർത്തോളും. നീയും അനുമോളുമായിട്ട് എന്താണ് പ്രശ്നം? വല്ലവളും തമ്മിലുള്ള പ്രശ്നത്തിന് നീ അതിനകത്ത് ഇടപെടുന്നതിനാണ്. എന്നിട്ട് വീണ്ടും ബിഗ് ബോസ് ചോദിച്ചു, അതല്ല ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്, നിങ്ങൾ എന്താണ് ഇത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിച്ചു. വീണ്ടും അവൻ അത് തന്നെ പറഞ്ഞു. ഉടനെ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു, അപ്പോൾ ഇവൻ പെട്ടെന്ന് ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ എന്നാ ഒരു സോറി പറഞ്ഞപ്പോൾ അപ്പോഴും തന്നെ ബിഗ് ബോസ് ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാ, സോറി ബിഗ് ബോസ്, എനിക്കിവിടെ നിൽക്കാനാണ് ഇഷ്ടം, എനിക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടെ അത് കഴിഞ്ഞേനെ. ഞാൻ ഉറച്ചു നിൽക്കുന്നു ബിഗ് ബോസ്. അപ്പോഴും അവൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തോ ഒരു സപ്പോർട്ട്, ഇവിടെ നാട്ടുകാരെല്ലാം ഇവനെ പുറത്താക്കരുതെന്ന് പറഞ്ഞ് ഇവൻ എന്തോ സംഭവമാണ്, അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് നമ്മുടെ അനുമോളെ അങ്ങ് പുറത്താക്കും, ഇവനെ അവിടെ അങ്ങ് ഇരുത്തും എന്നാണ് ഇവൻ വിചാരിച്ചത്. അവൻ്റെ മിഥ്യ തന്നെ, അവൻ്റെ അഹങ്കാരം. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞ് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നു കിടക്കുകയാണ്, മെയിൻ ഡോറ് തുറന്നു കിടക്കുകയാണ്, വേഗം ഇറങ്ങിപ്പോടാ മറ്റേ മോനെ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവനെ പോകണ്ടെന്ന് പറഞ്ഞ എല്ലാവരുടെയും പിടിച്ചവൻ നൂറ നട്ടലുള്ളവനാണ്, ഇറങ്ങടാ, നീ പറഞ്ഞ വാക്ക് നീ പാലിക്കടാ, നീ ആണതോടാ, നീ നട്ടലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ. ഒരു 1.5 പറച്ചിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കിടന്ന് ചാടി തുള്ളുമായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ചതാണ് പറഞ്ഞത്. നട്ടലുള്ളവനാണെങ്കിൽ അവൻ ഇറങ്ങിപ്പോകണം, അവൻ അത്രമാത്രം കളിയാണ് കുറച്ച് ദിവസമായിട്ട് അവിടെ കിടന്ന് ആ പെൺപിള്ളാരെ ഇടയ്ക്കിടന്ന് വിരകുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് ജിസേലിൻ്റെ വയറ്റത്തോട്ട് കാലും വെച്ച് കിടക്കുന്നത്. ഇത് നട്ടപ്പകൽ. അപ്പം ഈ രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴും എന്തായിരിക്കും അവസ്ഥ? ബിഗ് ബോസിന് കാണിക്കാനുള്ള ചങ്ക കൊണ്ടായിരിക്കും, ശങ്ക അല്ലേ, മൂത്രശങ്ക പോലുള്ള സങ്കോചം കൊണ്ടായിരിക്കും ബിഗ് ബോസ് നമ്മളെ കാണിക്കാത്ത. ഇത് നട്ടം പകലൊരു സോഫയിൽ വന്ന് കിടക്കുകയാണ്. നല്ല കിടത്തയല്ലേ അത്. അപ്പം ഇതേ കണക്കുള്ള കാമകേളികളാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഇവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പെൺപിള്ളേർക്കും ബുദ്ധിമുട്ടാണ്. ഇവൻ എല്ലാ പെൺപിള്ളേരുടെ ഇടയ്ക്ക് കൂടെ കിടന്ന് വിരകലാണ് പണി. അവന് അത് കഴിഞ്ഞിട്ട് അവന് ഇന്നലെ അവിടെ ഉള്ളവർ പറയുന്നതായിട്ട്, ഇന്നലെ ആരിൻ്റെ പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആരിൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആരിൻ്റെ കട്ടിലിൻ്റെ കബോർഡ് ഉണ്ടല്ലോ, കബോർഡ് തുറന്ന സമയത്ത് ആരിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എല്ലാം കൊണ്ട് വാരിയിട്ടു. മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം കുറേ വാരിയിട്ട്, അപ്പോൾ കുറച്ച് അടിയിലുള്ള വസ്ത്രങ്ങൾ വാരിയിട്ടില്ല. അപ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അനീഷിൻ്റെ ബെഡിൽ കൊണ്ടിട്ടു. അനീഷിൻ്റെ ബെഡിൽ കൊണ്ടിട്ടപ്പോൾ അനീഷ് പറഞ്ഞു, എൻ്റെ ബെഡിൽ ഇതൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എടുത്തു മാറ്റിയപ്പോൾ അവൻ വീണ്ടും അവൻ്റെ അണ്ടർവെയറും
പറയാതിരിക്കാൻ വയ്യ. അവൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് മുഷിഞ്ഞ് അത് അങ്ങോട്ട് ആ കട്ടിലോട്ട് വലിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നിട്ട് അവൻ വേഗം എന്ത് ചെയ്തു, അവൾ വാരി അങ്ങ് വലിച്ചിട്ടു. എന്നിട്ട് പിന്നെ അവൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഈ അനീഷ് മടക്കി വെച്ചാൽ ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തോട്ട് ഒറ്റ കളച്ചിൽ താഴോട്ട് ഈ കബോർഡിലോട്ട്. ഉടനെ അനീഷ് ചാടി അങ്ങ് കീറി. അനീഷ് അവിടെ ചവിട്ടിയിട്ട് പറഞ്ഞ് അവൻ കാലുകൊണ്ട് ചവിട്ടി, തെറ്റോ ശരി എന്തായാലും ചവിട്ടിയപ്പോഴത്തേക്ക് ഇവൻ ആര്യന് പെട്ടെന്ന് അവൻ്റെ ബെഡിൽ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് അനീഷ് കിടക്കുന്ന ബെഡിലിട്ട് ചവിട്ടി തേച്ചു. അപ്പോൾ പിന്നെ ഉടനെ ജിസേൽ ഇവൻ എന്തോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നിന്ന് 2-3 ബ്രേസർ എടുത്ത് പൊക്കി കാണിക്കുന്നു. അല്ലെ, ആരിൻ്റെ കബോർഡിനകത്ത് ഇവളുടെ അണ്ടർ ഗാർമെന്റ്സും സാധനങ്ങളും എങ്ങനെയാണ് വരുന്നത് ഈ ജിസേലിൻ്റെ? അവിടെ വേറെ വല്ല പരിപാടികളാണ് നടക്കുന്നത്? എനിക്ക് അറിയാനും ചോദിക്കുകയാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയൊക്കെ നമ്മൾ മാന്യമായിട്ട് ഒരുപാട് കൊച്ചു പിള്ളേരൊക്കെ കാണുന്നത്, അണ്ടർ 16+ ആണെന്ന് പറഞ്ഞാലും പിള്ളേരും മാതാപിതാക്കളും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് അവിടെ പണി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കാണിക്കാത്ത കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ കോടതികളിൽ വന്നതല്ലേ ഈ ബിഗ് ബോസ് ഷോ നിർത്തണമെന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പലതും കാണിക്കാത്തതാണ്. അവളുടെ അണ്ടർ ഗാർമെന്റ്സ് ആരിൻ്റെ ഇതിൽ നിന്ന് എൻ്റെ ഇതിലാണ് ചവിട്ടിയെന്ന് പറഞ്ഞാൽ അവൾ ബ്രേസർ ഇങ്ങനെ പൊക്കി കാണിക്കുന്നു. എന്താ പറയുന്നത്? അപ്പോൾ എനിക്ക് ശങ്കയൊന്നുമില്ല, എല്ലാ പെണ്ണുങ്ങളും ഇടുന്നതിന്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഷോയൊക്കെ കഴിഞ്ഞ് എന്തായാലും 100 ആദില ഇറങ്ങിപ്പോടാ. അത് ഒരു പ്രാവശ്യമല്ല, അയ്യോ ഒരു 10-15 മിനിറ്റ് ഇറങ്ങിപ്പോടാ. നാട്ടാലോനവനെ നീ ഇറങ്ങിപ്പോടാ, നീ പറഞ്ഞ വാക്ക് പാലിക്കടാ, നീ ഇറങ്ങടാ ഇവിടെ നല്ല ശരിക്കും 100 കൊടുത്ത. ആദില മാക്സിമം കൊടുത്തില്ല, കാരണം ആദിലയുടെ നിഴലാണ് 100 എന്നുള്ളത് അവിടെ പറയുന്നില്ല. അതുകൊണ്ട് ആദില മാക്സിമം മാറി എന്നിട്ട് 100 ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും പ്രതീക്ഷയില്ല. എന്നിട്ട് നീ LGBT കമ്മ്യൂണിറ്റിയെ വെച്ചിട്ട് ഞങ്ങളെ എന്തിനാടാ പറയുന്നത്, മറ്റേതാ മറിച്ചത് അവരപ്പം, എന്നിട്ട് ഞങ്ങളെ എനിക്ക് ഓർമ്മയുണ്ടാ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ട് അവളെ മോശമായിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. മോശമായിട്ട് 100യോടും ആതിരയോടും ഇവൻ ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് മുഴുവൻ തുറന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ശരിക്കും അങ്ങ് കൊടുത്തു. എന്തായാലും വാശിക്കില്ല, അവനങ്ങ് ഇറങ്ങിപ്പോയി. ഇവിടുത്തെ പാവാടവള്ളികളും ഈ ജിസേൽ എന്നുള്ള പാവാടവള്ളികളെ തൂങ്ങുന്ന ഒരുത്തനാണല്ലോ, എല്ലാവരും കൂടി ഓടിപ്പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പം ഒരാൾ ചത്ത പോലെ ഇരിക്കുന്ന ശൈത്യ. പക്ഷെ അപ്പം എന്നിട്ട് നമ്മുടെ അനുമോൾ അപ്പോഴത്തേക്ക് പേടിച്ച് കുറച്ചു, അയ്യോ എൻ്റെ ദൈവമേ ഇനി എന്ത് സംഭവിക്കും എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞു. ഇനി എന്നിട്ട് തിരിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ആദിലെ 100 അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, അയ്യോ എന്നെ ഇനി എല്ലാവരും കൂടി കൊല്ലുവോ, എനിക്ക് പേടിയാവുന്നു, പോയോ അപ്പം പറഞ്ഞു. അപ്പോൾ ആദിലെ പറഞ്ഞു, ഈ കാര്യത്തിന് നിന്നെ ആരും ഒന്നും പറയത്തില്ല, ഞാൻ മരിക്കുന്നവരെ എൻ്റെ കൊക്കി ജീവനുള്ള കാലം വരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പിന്നെ അനുമോൾക്ക് കുറച്ച് ധൈര്യമൊക്കെ ആയി. ഇപ്പം എന്തായാലും ലൈവിൽ എല്ലാവരും സ്ട്രോങ് ആയി. എൻ്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ എന്താണ് അപ്പാനി അക്ബറും എല്ലാവരും കൂടി ഇരുന്ന് അവിടെ അനുമോളെ കുത്തുന്നുണ്ട്. അനുമോൾ ഒരുപാട് മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. അനുമോൾ തിരിച്ച് കിച്ചണിൽ വന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ശൈത്യ പിന്നെ എന്തോ എനിക്കത് മനസ്സിലാവുന്നില്ല, ശൈത്യയുടെ ആ ഡബിൾ സ്റ്റാൻഡ് കേട്ടോ. ശൈത്യ എന്നിട്ട് പറഞ്ഞ് പിന്നെ അയ്യോ അവനെ തിരിച്ചു വിളിക്കും, അവനല്ലായിരുന്നു പോകേണ്ടത്, പല ആൾക്കാരുടെയും മുഖംമൂടിയിലാണ് പല ആൾക്കാരും നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളോട് മിണ്ടുന്നില്ല, ഒറ്റയ്ക്ക് മാറിപ്പോരുന്ന ഭക്ഷണം കഴിക്കുന്ന പാവം അനുമോൾ അവളോടത്ത് ചെന്നപ്പം അവൾ അവിടെയും ഡബിൾ സ്റ്റാൻഡ് കളിക്കുവാണ്. എന്നിട്ട് ബിന്നി വന്ന് ചോദിക്കുന്നത് എന്താണ് നൂറക്ക് ഇപ്പോൾ നൂറയ്ക്ക് എന്താണ് ഇത്രയും ദേഷ്യമെന്ന്. അപ്പോൾ നൂറ വന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പിന്നെ ഇവളോട് അനുമോളോട് പറഞ്ഞപ്പോൾ അനുമോളോട് പറഞ്ഞു, നീ പോയി നൂറായോട് ചോദിക്കാൻ പറഞ്ഞു, നീ എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ചെന്ന് ശൈത്യ എന്നപ്പോൾ നൂറായോടും അതിനോടും പറഞ്ഞു. അപ്പോൾ നൂറ പറഞ്ഞു, എന്നോട് വന്ന് ചോദിക്കട്ടെ ബിന്നി എന്നോട് വന്ന് ചോദിക്കട്ടെ, അല്ലാണ്ട് നിന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന്. കറക്റ്റ് അങ്ങനെയാണ് കളിക്കാൻ, അതാണ് കളി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഒനിയറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ വിഷസുമായിട്ട് അച്ഛനും സഹോദരനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാസ്മ ടി വിയിൽ അവരെ കാണിച്ചു. അങ്ങനെ കേക്ക് കൊടുത്തു, എല്ലാവരും കേക്ക് കട്ട് ചെയ്തു. ഉണിയിൽ പറഞ്ഞു, എൻ്റെ ഒരു സഹോദരനെ കാണിച്ചോളൂ, ഒരു സഹോദരൻ ഇന്ന് പുറത്ത് പോയിരുന്നു. അയ്യോ സഹോദരൻ പറ്റിയ ചരക്ക്. അപ്പോൾ അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്തായാലും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മാറി ഇന്ന് കൂട്ടം കൂടി ഇന്ന് വർത്താനം പറയുന്നുണ്ട്. എന്തായാലും 100 യാതയും നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യുക കേട്ടോ. ഇപ്രാവശ്യം അനുമോള് പിന്നെ എവിക്ഷന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, അനുമോൾ എവിക്ഷന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 100യും അതിലേക്കും അനുമോളെ സ്നേഹിക്കുന്ന എല്ലാവരും 100യ്ക്കും അതിലേക്ക് വോട്ട് കൊടുക്കുക കേട്ടോ. അതിലവിടെ നിൽക്കട്ടെ, നല്ല കുട്ടികളാണ് അവർ, ഫൈനൽ വരെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കമൻറ്റ്സ് അയക്കുക കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് അറിയിക്കുക. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. എനിക്ക് അവിടെ പല ആൾക്കാരുടെയും ക്യാരക്ടർ ഇഷ്ടമല്ല. ഇപ്പം ബിന്നി കുത്തിത്തിരിപ്പ് കളിയാണ് കളിക്കുന്നത്. ബിന്നി പറയാനുള്ളത് ബിന്നി പറയണം, ഗ്രൂപ്പ് ആയിട്ട് പോയി നിന്നിട്ട് ചെയ്യുകയാണ്. എന്ത് കളിയോ കളിക്കുന്നില്ല, പിന്നെ ടാസ്ക് കൊടുത്താലേ ചെയ്യാൻ
ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ജീവിയുടെ റെനയുടെ സംസാരം എനിക്കിഷ്ടമല്ല. പിന്നെ അക്ബർ എന്ന് പറയുന്ന മഹാചൊറി, അപ്പാനിയുടെ പറയണ്ട. അപ്പൊ ഇത്രയും ആൾക്കാർ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ല. അനീഷ് ഷാനവാസും ഒക്കെ തന്മയത്വത്തോട് നിൽക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെയൊക്കെയാണ് പോകണമെന്നൊക്കെ നമുക്ക് നേരിട്ട് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് ഇതുവരെയുള്ള. ഇപ്പോൾ ഒരു 1 മണി 1:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.